പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിലെ ദൈവം മറുപടി തരും. രണ്ട് കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ, വാഗൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളിലും, രണ്ട്, നമ്മൾ ദൈവസന്നിധിയിൽ ആഗ്രഹിച്ച് നനയ്ക്കുന്ന കാര്യത്തിലും ദൈവം പ്രവർത്തിക്കും. ഈ രണ്ട് കാര്യങ്ങളിലും സർവശക്തനായ ദൈവം, നമ്മുടെ കർത്താവ്, അത്യന്തം പരമായി നമ്മൾ ചോദിക്കുന്നതിനേക്കാളും നനയ്ക്കുന്നതിനേക്കാളും അത്യന്തം പരമായി പ്രവർത്തിക്കുമെന്നാണ് പൗലോസ് പറയുന്നത്. ഇത് പൗലോസ് വെറുതെ പറയുന്നതല്ല, തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹവും ശീലാസും അതിൻ്റെ കൂട്ടുവേലക്കാരനായ ശീലാസും ഒരു സ്ഥലത്ത് അവർ സുവിശേഷ പ്രവർത്തനവുമായി പോകുന്ന സമയത്ത് വെളിച്ചപ്പാടത്തിയായ ഒരു പെൺകുട്ടി അവരെ എതിരേറ്റ് വന്നു. എന്നിട്ട് ഈ പെൺകുട്ടി വെളിച്ചപ്പാടിൻ്റെ ആത്മാവിൽ ഒരു പ്രവചനം ഈ ദൈവദാസന്മാരുടെ മുഖത്തു നോക്കി പറഞ്ഞു, ഇവർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, രക്ഷാമാർഗം അറിയിക്കുന്നവർ. എന്ത് കൃത്യമായിട്ടാണ് അവൾ പ്രവചിച്ചത്. നമ്മൾ പലപ്പോഴും വിചാരിച്ചിരിക്കുന്നത് പ്രവചനം നമുക്ക് മാത്രം ഉള്ളെന്നാണ്. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവചിക്കുന്നത് പോലെ തന്നെ ദുഷ്ടാത്മാവും പ്രവചിക്കും. ഈ വെളിച്ചപ്പാടത്തി ആത്മാവുള്ള ആ പെൺകുട്ടി പ്രവചിച്ചത് പരിശുദ്ധാത്മാവിലല്ലായിരുന്നു. അവൾ അന്ധകാരത്തിൻ്റെ ആത്മാവിലാണ് പ്രവചിച്ചത്. അനേകർ അവളുടെ അടുക്കൽ വന്ന് പ്രവചനം കേൾക്കുകയും നേർച്ച കാഴ്ചകൾ കൊടുത്ത് പോവുകയും ചെയ്തു. അവളിലൂടെ വലിയ ലാഭം കൊയ്ത ആൾക്കാർ ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നു. ഈ സ്ത്രീ പ്രവചിച്ച പ്രവചനം 100% കിറുകൃത്യമായിരുന്നു. ഒരു കുറവുമില്ലാത്ത പ്രവചനം. അവൾ അതുവരെ ഈ ദൈവദാസന്മാരെ കണ്ടിട്ടില്ല, പൗലോസിനെ ശീലാസിനെ ഒന്നും കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ അവരെ കണ്ടപ്പോൾ തന്നെ അവളിലുള്ള ദുരാത്മാവ് അവൾക്ക് ദൂത് കൊടുത്തു. നിന്റെ മുന്നിലൂടെ കടന്നു വരുന്ന ഇവരാരാണെന്നറിയാമോ? അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരാണ്. ഇനി ഇവരുടെ ജോലി എന്താണ്? രക്ഷയുടെ മാർഗം അറിയിക്കുന്നവരാണ്. ഇത്രയും കൃത്യമായിട്ട് ഇന്നത്തെ പ്രവാചകന്മാർ പ്രവചിക്കോ? അവർ പ്രവചിക്കുന്ന പ്രവചനം എന്താണ്? ശാരീരികമായ രോഗമുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, 6 മാസത്തിനകം UK എത്തിക്കും, നീ സ്ഥലം വാങ്ങിച്ച് വീട് പണിയും, നീ വലിയ കാറ് വാങ്ങും. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രവാചകന്മാരുടെ പ്രവചനം. ഇങ്ങനെയുള്ള പ്രവചനം കേൾക്കുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമായിരിക്കും, അല്ലേ? ഒരു പ്രവാചകൻ വന്നിട്ട്, സാജുമോനെ, ഈ നെടുമ്പാശ്ശേരിയിൽ 2 കോടിയുടെ വീട് ഈ കൊല്ലം തരും എന്ന് പറയുമ്പോൾ കേൾക്കാനൊരു സുഖമാണ്. അത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, കേൾക്കുമ്പോൾ തന്നെ ഒരു സുഖമാണ്. ഇങ്ങനെയുള്ള പ്രവചനം പ്രവചിക്കുന്ന കുറേ മനുഷ്യർ ഈ ആത്മീക കോളത്തിലുണ്ട്. അതിൻ്റെ പുറകെ പോകുന്ന കുറേ വിശ്വാസികളും. ദൈവാത്മാവ് പറയുന്നു എന്ന് പറഞ്ഞ് എന്തു പറഞ്ഞാലും
ഭയങ്കര സന്തോഷത്തോടെ, അത് എന്താണെന്ന് പോലും ചിന്തിക്കാതെ, ഈ ദൂത് ദൈവത്തിൽ നിന്നുള്ളതാണോ എന്ന് പോലും ചിന്തിക്കാതെ അതിനങ്ങ് ഏറ്റെടുത്ത് അതിൻ്റെ പുറകെ പോകുന്ന കുറേ മനുഷ്യര് ഈ ആത്മീക ഗോളത്തിലുണ്ട്. ഞാൻ ഇങ്ങനെ പലപ്പോഴും പറയാറുണ്ട്, ഈ സ്ത്രീ ഇങ്ങനെ പ്രവചിക്കുന്നത്, കൃത്യമായി പ്രവചിക്കുന്നത്, ഇന്നത്തെ പ്രവചനമൊക്കെ ഇഷ്ടമുള്ള ദൈവദാസന്മാരും ദൈവമക്കളും കാണുകയാണെങ്കിൽ, കേൾക്കുകയാണെങ്കിൽ അവരെന്തെന്നറിയാമോ? അവർ വേഗം നമ്മുടെ സഭയെ കൊണ്ടുവരും. 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കും. എന്നിട്ട് 3 ദിവസവും ഈ സഹോദരിയെ കൊണ്ട് പ്രസംഗിപ്പിച്ച് പ്രവചിപ്പിച്ച് കാര്യങ്ങൾ അടിപൊളിയാക്കും. ഈ പ്രവചനത്തിന് ഉറവിടം എന്താണ്? ഈ പ്രവചനം സത്യമാണ്, ഇതൊന്നും നോക്കാൻ ഇവിടെ നേരമില്ല. പക്ഷേ അപ്പോസ്തലന്മാരായ പൗലോസും ശീലാസും അവരങ്ങനെയല്ല ആ വിഷയത്തെ കണ്ടത്. അവളിലുള്ള ആ ദുരാത്മാവിൻ്റെ ഉറവിടം, അവൾ പ്രവചിക്കുന്ന പ്രവചനം സത്യമാണ്, പക്ഷേ അതിൻ്റെ ഉറവിടം തെറ്റാണ്, അത് അന്ധകാരമാണ്, അത് ദുഷ്ടശക്തിയാണെന്ന് അപ്പോസ്തലന്മാർ തിരിച്ചറിഞ്ഞു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിച്ചു. ആ നിമിഷം അവളിലുള്ള ഭൂതം വിട്ടുപോയി, അവൾ താഴെ വീണു. അപ്പോൾ അവളിലുള്ള ദുരാത്മാവ് വിട്ടുപോയി കഴിഞ്ഞപ്പോൾ അവളിലൂടെ കാശുണ്ടാക്കിയിരുന്നവരുടെ മുഖം മാറി. അവരെ ഈ അപ്പോസ്തലന്മാരെ കോടതിയിൽ കൊണ്ടുവന്നു. കോടതിയിൽ ഒരു മൃഗീയമായിട്ട് അവർ ഉപദ്രവിച്ചു. ഇല്ലേ? എന്തെല്ലാം പ്രതികൂലങ്ങളിലൂടെ, അപമാനങ്ങളിലൂടെ ദൈവദാസന്മാർ കടന്നുപോയി. അവർ ജയിലിലായി. ജയിലിൽ കിടക്കുന്ന സമയത്ത് എല്ലാ തടവ് പുള്ളികളും നല്ല ഉറക്കമാണ്. അർദ്ധരാത്രിയായപ്പോൾ പൗലോസും ശീലാസും ദൈവത്തെ പാടി പ്രാർത്ഥിച്ച് സ്തുതിക്കാൻ തുടങ്ങി. അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു, അവർ ദൈവത്തെ ആരാധിച്ചു. നമ്മൾ പ്രസംഗ വിഷയമായി എടുത്ത വാക്യം എന്താണ്? എന്നാൽ നാം ചോദിക്കുന്നതിലും നിനക്കുന്നതിലും അത്യന്തപരമായി പ്രവർത്തിക്കുന്ന ദൈവം. അവിടെ എന്താ സംഭവിച്ചത്? അവർ ദൈവസന്നിധിയിൽ പാടി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങിപ്പോയി. കാരാഗൃഹത്തിന്റെ വാതിലുകൾ തുറന്നുപോയി. എല്ലാ തടവുപുള്ളികളുടെയും ഈ ദൈവദാസന്മാരുടെ ഈ ചങ്ങലകൾ ബന്ധിച്ച ചങ്ങലകൾ അഴിഞ്ഞു വീണു. എന്നാൽ നാം ചോദിക്കുന്നതിലും നിനക്കുന്നതിലും ആത്യന്തം പരമായി പ്രവർത്തിക്കുന്ന ദൈവം. അവർ തങ്ങളെ തന്നെ ഏൽപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാവുള്ളൂ. ഈ കൂടെയുള്ളവരൊക്കെ ഒന്ന് മാനസാന്തരപ്പെട്ടെങ്കിൽ, ഞങ്ങളെ നോക്കുന്ന ഈ കാരാഗ്രഹ പ്രമാണി കുടുംബം ഒന്ന് രക്ഷിക്കപ്പെട്ടെങ്കിൽ എന്നൊക്കെ അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ അവിടെ നടന്നത് ആത്യന്തം പരമായിട്ടല്ലേ? എന്തെല്ലാം ദൈവത്തിൻ്റെ പ്രവർത്തികളാണ് നടന്നത്. ഭൂകമ്പമുണ്ടായി, കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, വാതിലൊക്കെ തുറന്നുപോയി. മാത്രമല്ല എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. തൻ്റെ കൂടെയുള്ള എല്ലാവരെയും പൗലോസിന് ദാനമായി കൊടുത്തു. കാരാഗൃഹ പ്രമാണിയും കുടുംബവും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലേക്ക് വന്നു. കണ്ടോ? ചോദിക്കുന്നതിലും നിനക്കുന്നതിലും അത്യന്തം പരമായി പ്രവർത്തിക്കുന്ന ദൈവം. വിശ്വാസികളെ, ദൈവമക്കളെ, നിങ്ങൾ സങ്കടപ്പെടേണ്ട. ചോദിക്കുന്നതിലും നിനക്കുന്നതിലും അത്യന്തം പരമായി പ്രവർത്തിക്കുന്ന ദൈവമാണ് എന്റെയും നിങ്ങളുടെയും ദൈവം. ശലോമോൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചു. തൻ്റെ മുമ്പിൽ വരുന്ന ജനത്തെ ജ്ഞാനത്തോടെ അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കാനുള്ള വിവേകമുള്ള ഹൃദയത്തിനാണ് പ്രാർത്ഥിച്ചത്.
അതിന് മാത്രമല്ല ദൈവം ഉത്തരം കൊടുത്തത്, ദീർഘായുസ്സും ആരോഗ്യവും ധനവും സമ്പത്തും മാനവും എല്ലാം ശലോമോന് കൊടുക്കുന്ന അത്യന്തം പരമായി പ്രവർത്തിക്കുന്ന ദൈവത്തെ കാണാം. നമ്മൾ സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ യേശു ഒരു ഉപമ പറഞ്ഞു, ഒരു കഥ പറഞ്ഞു. ഒരു അർദ്ധരാത്രിയിൽ ഒരു സ്നേഹിതൻ തൻ്റെ മറ്റൊരു തൻ്റെ അടുക്കൽ വന്ന സ്നേഹിതന് വിശപ്പടക്കുവാൻ ആഹാരം കൊടുക്കുവാൻ വേണ്ടി കിടന്നുറങ്ങിക്കിടന്ന ആ സ്നേഹിതന്റെ അടുക്കൽ വന്ന് അർദ്ധരാത്രിക്ക് വന്ന് മുട്ടി വിളിക്കുകയാണ്, സ്നേഹിത ഒന്ന് വാതിൽ തുറക്കണം, എൻ്റെ ഒരു സ്നേഹിതൻ വീട്ടിൽ വന്നിട്ടുണ്ട്, അവന് കൊടുക്കുവാൻ ആഹാരമില്ല. അദ്ദേഹം എന്താ ചോദിച്ചത്? 3 അപ്പം വായ്പ തരണം എന്നാ ചോദിച്ചത്, വെറും 3 അപ്പത്തിന് വേണ്ടി. എന്നാൽ പ്രിയപ്പെട്ടവരെ, മനസ്സോടാണെങ്കിലും ആ സ്നേഹിതൻ വാതിൽ തുറന്നു. എന്നിട്ട് തൻ്റെ സ്നേഹിതന് 3 അപ്പമല്ല കൊടുത്തത്, വേണ്ടുന്നിടത്തോളം ആവശ്യത്തിന് അനുസൃതമായി കൂടുതൽ അപ്പം കൊടുത്ത ഒരു സ്നേഹിതനെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ പ്രസംഗം കേൾക്കുന്ന, ഈ വചനം ചിന്തിക്കുന്ന എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. പല നീറുന്ന വിഷയങ്ങൾക്ക് വേണ്ടി ഭാരത്തോടെ പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മുടെ സാമ്പത്തിക വിഷയങ്ങൾ, നമ്മുടെ കുടുംബത്തിൻ്റെ വിഷയങ്ങൾ, നമ്മുടെ മക്കളുടെ വിഷയങ്ങൾ, നമ്മുടെ സഭയുടെ വിഷയങ്ങൾ, അങ്ങനെ പല പല വിഷയങ്ങളുമായിട്ട് നീറുന്ന ഹൃദയത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം എന്തായിരുന്നാലും ആ പ്രാർത്ഥനാ വിഷയങ്ങൾ ഏറ്റെടുക്കുന്ന ദൈവം, ആ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ചോദിക്കുന്നതിലും നിനക്കുന്നതിലും അത്യന്തം പരമായി നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന അത്ഭുതകരമായ അനുഭവങ്ങൾ കർത്താവ് കാണിച്ചു തരും. അതുകൊണ്ട് പ്രാർത്ഥനയിൽ ശക്തിപ്പെടുക, ഉപവാസത്തിൽ ശക്തിപ്പെടുക. ദൈവം ആരെ കൈവിടുകയില്ല, ദൈവം ആരെ ഉപേക്ഷിക്കില്ല. ഈ ദൈവം ഇന്നും ജീവിക്കുന്നു. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. പൗലോസിന്റെ ദൈവം നമ്മുടെ ദൈവമാണ്. അന്ന് പ്രവർത്തിച്ച ദൈവം ഇന്നും പ്രവർത്തിക്കും, നാളെയും പ്രവർത്തിക്കും. നമ്മുടെ ചെറിയ വിഷയത്തിലും നമ്മുടെ വലിയ വിഷയത്തിലും നമ്മുടെ നീറുന്ന വിഷയത്തിലും ഭാരപ്പെടുത്തുന്ന വിഷയത്തിലും പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിലും സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കും. യേശു ഇന്നും ജീവിക്കുന്നു. യേശു ഇവിടെ വന്നിട്ടുണ്ട്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി പ്രവർത്തിക്കുന്ന ദൈവം സഭയിലും ക്രിസ്തുയേശുവിലും തലമുറയായും മഹത്വമുണ്ടാകട്ടെ. ആമേൻ.